ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങിയാലോ? ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ് സമാധാനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിൽ ആരാ സമാധാനം ആഗ്രഹിക്കാത്ത? ഇനി പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനം എന്തെന്ന് നമ്മൾ അറിയണം. അതിന് വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനയിലും ശക്തിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ സമാധാനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവത്തിൻ്റെ ശക്തിയിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അത് തന്നെയാണ് സമാധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല എന്ന് ഈശോ പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത് ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് സമാധാനം അന്വേഷിച്ചാൽ കിട്ടും. ഈശോ പറഞ്ഞത് ലോകത്തിന് തരാൻ പറ്റില്ല എന്ന്. പിന്നെ ലോകത്തിന് തരാൻ പറ്റാത്തതൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പൊ നിലനിൽക്കുന്ന സമാധാനം അത് ദൈവത്തിൽ നിന്നും വരുന്നു. അതുകൊണ്ട് ദൈവത്തിലാണ് നമ്മൾ നിലനിൽക്കുന്ന സമാധാനം അന്വേഷിക്കേണ്ടത്. ദൈവത്തോടും സഹോദരങ്ങളോടും തന്നോട് തന്നെയും ഒരുവൻ ഐക്യപ്പെടാൻ തുടങ്ങുമ്പോൾ അവൻ യഥാർത്ഥ സമാധാനത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം നിന്നിലും നിന്റെ കുടുംബത്തിലും നിറയട്ടെ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലേക്കും യേശുവിൻ്റെ സാന്നിധ്യം തരുന്ന, കർത്താവിൻ്റെ പരിപാലനയിലും ശക്തിയിലുമുള്ള ആശ്രയത്വം തരുന്ന ഈ സമാധാനം നിറയട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്ന വചനഭാഗം ഇത് നമ്മൾ മാർക്ക് ചെയ്ത് ബൈഹാർട്ട് ചെയ്യുകയും നമ്മുടെ നിയോഗം സമർപ്പിക്കുകയും ചെയ്യേണ്ട വിഷയം അല്ലെങ്കിൽ വചനം യെശയ്യാ 26:3. യെശയ്യാ 26:3. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ വചനം നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. നമുക്കിനി ഇന്ന് ചെയ്യേണ്ട ഒരു സുഹൃതം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ വളരാൻ ആരെങ്കിലും കാണുമ്പോൾ, ഇന്ന് ആരെ കണ്ടാലും, ആരെങ്കിലും ഒരാളല്ല, ആരെ കണ്ടാലും ഷെയ്ക്കാനും കൊടുക്കുമ്പോൾ അവർ അഭിവാദനം ചെയ്യുന്ന ഇങ്ങനെ ആകട്ടെ: ഈശോയുടെ സമാധാനം നിന്റെ മേലുണ്ടായിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ പറയില്ല ശാലോം, നമ്മൾ പറയില്ല സമാധാനം നിന്നോട് കൂടെ. അങ്ങനെ ഒരു സമാധാനത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ടാകട്ടെ ഈ ദിവസത്തിന്റെ നിന്റെ യാത്രകൾ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye bye. God bless you.